ഇത് രാജുവിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ ജ്യൂസാ. അപ്പുനെ വിളിച്ചപ്പോ അവൾക്ക് ഇങ്ങോട്ട് വരണമെന്ന് ഒരേ നിർബന്ധം. ആണോ? അല്ല, ആത്മാർത്ഥമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? എനിക്കങ്ങനെ വിശ്വാസമില്ല ശേഖരേട്ടാ. ചില അറിവില്ലാത്ത പുത്തൻ പെൺപിള്ളേര് കല്യാണം കഴിഞ്ഞ ഉടനെ ഇങ്ങനെ ചില നമ്പറൊക്കെ കാണിക്കും. അത് അമ്മായിമ്മമാരെ കയ്യിലെടുക്കാനായിരിക്കും. അമ്മായിയമ്മമാർ അവരും വിളഞ്ഞ പുള്ളികളെ. അവരുടെ അമ്മായിയമ്മമാരുടെ ഇറക്കിയ വിദ്യകളായിരിക്കും ഇവിടെ കാണുന്നത്, അല്ലേ? ഇത് സിൻസിയർ ആണെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. സംതിങ് റോങ് ആണെന്ന് ഞാൻ പറയാൻ കാരണേ, എവിടുന്നോ ഒരു സുപ്രഭാതത്തില് ഒരു പെണ്ണും അവളുടെ അമ്മയും കൂടെ ഇങ്ങോട്ട് കയറി വരുന്നു. അനന്തൻ പിള്ളയുടെ ഭാര്യയും മകളും ആണെന്നും ഇവര് പാവങ്ങളാണെന്നും അംബികയും മകനും പറയാ. കല്യാണം ആലോചിക്കുന്നു, കല്യാണം നടത്തുന്നു. ഇതിലൊക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങളില്ലേ? ഉണ്ട്. ഇതൊന്നും ആലോചിക്കാതെ ഈ ഏട്ടൻ എന്തിനാ ഇതിനൊക്കെ കൂട്ടുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്ത. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രതാപേട്ടൻ ഇങ്ങനെയാ. അംബികയുടെ പൊന്നാങ്ങള് വരുന്നുണ്ട്. മന്ത്രിയായിരുന്നെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പമ്പര വെട്ടിയ. ചേച്ചി, ചേച്ചി ഇവിടെ ഇല്ലേ? വാ. എന്താ മോനെ പ്രതാപ? എന്താ ചേച്ചി ഇത് കുറച്ച് കഷ്ടമല്ലേ? പാവപ്പെട്ട വീട്ടിലാണെന്ന് കരുതി എന്തോ അങ്ങ് ചെയ്യിപ്പിക്കുകയാണോ? ഇതൊക്കെ ചെയ്യാൻ ഇവിടെ സ്വീപ്പറല്ലേ? അയ്യോ പ്രതാപ, ഞാനിത് അറിഞ്ഞിട്ട് പോലുമില്ല. ഞാൻ പറഞ്ഞിട്ടല്ല മോൾ ഇതൊക്കെ ചെയ്യുന്നേ. ആണോ മോളെ? അയ്യോ വല്യമ്മാവ, അമ്മയെ കുറ്റപ്പെടുത്തല്ലേ. അമ്മ പറഞ്ഞിട്ടൊന്നും അല്ല ഞാൻ ഈ ജോലികളൊക്കെ ചെയ്യുന്നത്. അവനവന്റെ വീട്ടിലെ ജോലികള് അവനവൻ തന്നെ ചെയ്യുന്നത് തെറ്റാണോ? അതൊക്കെ അവരവരുടെ കടമകളല്ലേ വല്യമ്മാവ. അമേരിക്കയിലായിരുന്നപ്പോ പോലും എന്റെ വീട്ടിലെ ജോലികള് ഞാൻ തന്നെയാ ചെയ്തോണ്ടിരുന്നെ. എനിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാ ചെയ്യുന്നെ. നമ്മുടെ വീടും പരിസരവും എപ്പോഴും വൃത്തിയും ശുദ്ധിയും ഉള്ളതായിരിക്കണം. ജനാലകൾ തുറന്നിടണം, കാറ്റും വെളിച്ചവും കയറണം. മനസ്സ് പോസിറ്റീവ് ആവും. വെളിച്ചമുള്ളിടത്ത് ദൈവം ഉണ്ടാവും. ഇതൊക്കെ കണ്ടു പഠിക്കണം ചിലരൊക്കെ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. എന്തായാലും കൺഗ്രാറ്റ്സ് മോളെ. എല്ലാം ദീപകിന്റെ ഭാഗ്യം. അവന്റെ നല്ല കാലം തുടങ്ങിയെന്ന് വിചാരിച്ചാൽ മതി. എന്തോ ഒരു കണക്ഷൻ രാജുന പെണ്ണുമായിട്ടുണ്ട്. ഒരുപക്ഷെ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതായിരിക്കും, അല്ലെങ്കിൽ ഒരേ കാലയളവിൽ പഠിച്ചതായിരിക്കും. അല്ല, അങ്ങനെയാണെങ്കിലും പഴയ കാര്യങ്ങളൊക്കെ മറക്കണമെന്ന് രാജു അവളോട് പറഞ്ഞത് എന്തിനാ? എന്തായിരുന്നു ഇങ്ങനെ നോക്കുന്ന? വെറുതെ നോക്കിയെന്നേ ഉള്ളൂ. രാജു ഒരു കുഴപ്പക്കാരനാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല.
ഒരു ഇഷ്യൂ ഉണ്ട്. അതെന്താ, പഴയ പ്രേമം വല്ലതും ആണോ? അല്ല, അതെന്തായാലും എന്നോട് തുറന്നു പറഞ്ഞൂടെ? ഞാനെന്താ രാജുനെ കൊല്ലൂ? അത് തുറന്നു പറഞ്ഞാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. മിണ്ടാതെ നടക്കുമ്പോ അതിൽ കാര്യമായത് എന്തോ ഉണ്ട്. ചെറിയ കാര്യമായിരുന്നു. ആ നന്ദന വന്നപ്പോഴേ അവള് പണ്ട് എൻ്റെ പുറകെ നടന്ന കാര്യം ഋതുവിനോട് പറയേണ്ടതായിരുന്നു. ഇതിപ്പോ താമസിച്ചും പോയി. ഇനി പറഞ്ഞ ഋതു ചോദിക്കും, ഇതെന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്ന്. വെറുതെ സംശയിക്കുകയും ചെയ്യും. അതെന്തായാലും വേണ്ട. ഇവൻ എന്റെ കർണത്തിട്ടടിച്ച വേദന പോയെങ്കിലും മനസ്സിന് കിട്ടിയ മുറിവ് അത് ഉണങ്ങിയിട്ടില്ല. ദീപകിനെ ഞാൻ കല്യാണം കഴിച്ചതിന്റെ ഒരു പ്രേരണ ഈ പകയാ. ഇവരെ രണ്ടുപേരെയും രണ്ട് വഴിക്കാക്കണം. ഇവര് തമ്മി തല്ലി പിരിയണം. അതിനുള്ള പണി പതുക്കെ തുടങ്ങും. രണ്ടുപേരും പരസ്പരം മിണ്ടാതിരുന്ന് ബിസിനസ് കാര്യം ആലോചിക്കാണോ? രാജുൻ ഇവിടെ നോക്കുമ്പോ എന്തോ ഒരു പതർച്ചയുണ്ടല്ലോ. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എന്തോ ഒരു വലിയ കള്ളത്തരം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പുറത്ത് നല്ല വെയിലല്ലേ, പുറത്തൊന്നും വന്നല്ലേ. ജ്യൂസ് കുടിക്ക്. താങ്ക് യു. രാജു എന്താ താങ്ക് യു പറയാതിരുന്ന? ഇത് രാജുവിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ ജ്യൂസാ.